നമസ്കാരം. നിങ്ങളൊരു റീറ്റെയിൽ ബ്രാൻഡ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ബാർകോഡുകൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? എങ്കിലേ ഈ സൂപ്പർ മാർക്കറ്റ്സിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. എങ്കിൽ അവർക്ക് ഈ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ ബാർകോഡ് മാൻഡേറ്ററി ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ബാർകോഡുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം സംശയങ്ങൾ ആൾക്കാർക്കുണ്ട്. ഞാൻ പ്രധാനമായിട്ട് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, എങ്ങനെ നിങ്ങൾക്ക് ബാർകോഡ് എടുക്കാം, ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. അതിന് എന്താണ് ഈ ബാർകോഡ് എന്ന് പറയണമല്ലോ. നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ബ്ലാക്കിൽ വരകൾ കാണാനായിട്ട് കഴിയും. ഒപ്പം തന്നെ താഴെ കുറച്ച് ഡിജിറ്റ്സും കാണാനായിട്ട് കഴിയും. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ ഈ ബാർകോഡ് സ്കാനർ വെച്ച് ഇത് സ്കാൻ ചെയ്യുന്നുണ്ടാവും. സ്കാൻ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് അവർ സ്ക്രീനിൽ തെളിയും. സോ ഈ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിന് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഈ ബാർകോഡ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാൻഡേറ്ററി ആണ് നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഇത്തരത്തിൽ കാര്യം ഇന്നെല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്തിരിക്കുകയാണ്. സോ അവർ ഒരിക്കലും മാനുവലി അല്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ വിലയെടുത്ത് നോട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ടോട്ടൽ തുക എത്രയുണ്ടെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നെല്ലാം ഓട്ടോമാറ്റിക്കലി ഒരു ഈ കമ്പ്യൂട്ടറൈസ്ഡ് ഇൻവെൻറ്ററി സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ബാർകോഡ് യൂസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം ഇവിടെ ബാർകോഡുകൾക്ക് വേണ്ടുന്ന ഒരു പ്രത്യേകത, അപ്പോൾ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിൽ ബാർകോഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാർകോഡിൻ്റെ ഒരു പ്രത്യേകത, സൂപ്പർ മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റ് വെക്കുമ്പോൾ പതിനായിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് ഉണ്ടാവും. അപ്പം ആ സൂപ്പർ മാർക്കറ്റിൽ ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് എടുത്ത് ബില്ലിംഗ് കൗണ്ടറിൽ കൊണ്ടുവന്ന് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പേര് മാത്രമേ അതിൽ വരാൻ പാടുള്ളൂ. പല സൂപ്പർ മാർക്കറ്റ്സിൽ നിങ്ങൾ കണ്ടു കാണും, അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, ഇതിൽ ഏതാണ് ഈ പ്രോഡക്റ്റ് എന്നുള്ളത്. എന്നിട്ട് അതായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരേ ബാർകോഡിൽ തന്നെ മൾട്ടിപ്പിൾ ബ്രാൻഡുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോഡക്റ്റ്സ് ആ സൂപ്പർ മാർക്കറ്റ്സിൽ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പം ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ടൈം കൺസ്യൂം ആകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബാർകോഡ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ആ ബാർകോഡിലെ നമ്പർ ഇറ്റ് ഷുഡ് ബി യുണീക്ക്, വളരെ യുണീക്ക് ആയിരിക്കണം. ഡ്യൂപ്ലിക്കേഷൻ വരരുത്. അത് ബാർകോഡ് സ്കാനർ യൂസ് ചെയ്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് വരാൻ ഇടവരരുത്. അപ്പോൾ അതുകൊണ്ട് യുണീക്ക് ആയിട്ടുള്ള ബാർകോഡ്സ് ആയിരിക്കണം നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കൂ. സോപ്പോ കോസ്മെറ്റിക്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്ത് നോക്കൂ. അതിൻ്റെ ബാക്കിൽ ബാർകോഡ് കാണാൻ കഴിയും. അതിൽ ആദ്യത്തെ 3 ഡിജിറ്റ്സ് ഒന്ന് നോക്കുക. 890 സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? 890. അപ്പോൾ വലിയ കമ്പനീസിൻ്റെ P&Gയുടെയോ മറ്റെടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. കാരണം ഈ 890 എൻഡ് ചെയ്യുന്ന ബാർകോഡുകളാണ് GS1 ബാർകോഡ്. ഈ GS1 ബാർകോഡിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഇൻ്റർനാഷണലി അത് യൂസ് ചെയ്യാനായിട്ട് കഴിയും. എല്ലാ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്യും. കാരണം അത് വളരെ യുണീക്കായിട്ടുള്ള നമ്പർ ആയിരിക്കും. ഇതിനൊരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. കാരണം ഇത് രജിസ്റ്റർ ചെയ്തിട്ട് വാങ്ങുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 100 എണ്ണമായിട്ട് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കഴിയത്തുള്ളൂ. 100, 1000 ഇങ്ങനെ പോകുന്നുണ്ടാവും. മാത്രമല്ല ഇതിന് ഇയർലി സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പോൾ 100 വാങ്ങാനായിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 50,000 റുപ്പീസിനടുത്ത് നിങ്ങൾക്ക് എക്സ്പെൻസ് വരും. 50,000 രൂപയുടെ അടുത്ത് എക്സ്പെൻസ് വരും. മാത്രമല്ല വർഷം തോറും നിങ്ങളിത് റിന്യൂ ചെയ്യാനായിട്ട് ഏകദേശം 15,000 GST ഇൻക്ലൂഡ് ചെയ്തിട്ട് ഏകദേശം ആ ഒരു എമൗണ്ടിൻ്റെ അടുത്തായിരിക്കും. 15,000, 16,000 ആ ഒരു റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ഇയർലി എക്സ്പെൻസ് വരുന്നത്. അപ്പം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലെവലിൽ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ 10-12 പ്രോഡക്ട്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ 100 ബാർകോഡ് വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നഷ്ടമാണ്. മാത്രമല്ല അവർ ഇന്ത്യക്കകത്ത് മാത്രമേ സെല് ചെയ്യുന്നുണ്ടാവുള്ളൂ. 2 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇത്തരം സാഹചര്യത്തിൽ ഈ GS1 ബാർകോഡ് എന്ന് പറയുന്ന ഒരു നഷ്ടക്കച്ചവടം ആയതുകൊണ്ട് തന്നെ വാങ്ങാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ല GS1 വാങ്ങുന്നതാണ്. പക്ഷേ മിക്കവാറും അതിൻ്റെ ആവശ്യം വരുന്നില്ല. GS1 100% അക്യുറസി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ഒരു 99.999% അക്യുറസി പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ബാർകോഡുകൾ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതിലൊന്നാണ് മിക്കവാറും എല്ലാവരും എടുക്കുന്ന ബാർകോഡാണ് EAN13 ബാർകോഡ്. EAN13 ബാർകോഡാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ട് ഇത്തരത്തിലുള്ള ഇ-കൊമേഴ്സ് സൈറ്റ്സിൽ ഈസി ആയിട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. യാതൊരു തടസ്സവും വരത്തില്ല. മാത്രമല്ല നിങ്ങൾക്ക് 99% ഇന്ത്യയിലെ സൂപ്പർ മാർക്കറ്റ്സിലും ഹൈപ്പർ മാർക്കറ്റ്സിലും എല്ലാം ഈ പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യാനായിട്ടും കഴിയും. ഒരുപക്ഷെ 1% നമുക്കത് പറയാൻ കഴിയത്തില്ല. ചിലപ്പം ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ അവർ GS1 ബാർകോഡ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ടാകും. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന EAN13 ബാർകോഡ് നിങ്ങൾക്ക് വയ്ക്കാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, ഇതാണ് ബാർകോഡിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ഈ EAN13 ബാർകോഡ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് യുണീക്ക് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. GS1 ബാർകോഡ് ആണെങ്കിൽ നമുക്ക് യുണീക്ക് ആണെന്ന് ഉറപ്പ് വരുത്തേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അത് നമുക്ക് 100% വിശ്വസിച്ച് വാങ്ങാനായിട്ട് കഴിയും. കാരണം ഈ ഡാറ്റയെല്ലാം നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ ഡാറ്റാബേസിനകത്ത് ഇതുണ്ടാവും. പക്ഷേ EAN ബാർകോഡിൻ്റെ കേസിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് EAN ബാർകോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ഇതൊരിക്കലും ട്രസ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല, വിശ്വസിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം
ഇപ്പോൾ നിങ്ങൾ ഒരു സൈറ്റിൽ നിങ്ങൾ ഫ്രീ ആയിട്ടൊരു EIN ബാർകോഡ് വാങ്ങുന്നു, അടുത്ത ആൾക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ അതേ ബാർകോഡ് തന്നെ വാങ്ങാനായിട്ട് കഴിയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് ഒരുപക്ഷെ അതേ കോഡിലുള്ള ബാർകോഡ് മറ്റൊരാൾക്ക് വാങ്ങാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്രൊവൈഡേഴ്സിൽ നിന്ന് മാത്രം നിങ്ങളിത് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഇതെങ്ങനെയാണ് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ പറയാൻ കഴിയത്തില്ല. അത്യാവശ്യം ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവർ ഈ ബാർകോഡ്സ് ജനറേറ്റ് ചെയ്യുന്നത് ഡബിൾ ചെക്ക് ഡിജിറ്റ് വെരിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്യൂപ്ലിക്കേഷൻസ് വരാനുള്ള പോസിബിലിറ്റി വളരെ 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 കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 99.999% വിശ്വസിച്ച് അത് വാങ്ങാനായിട്ട് കഴിയും. സോ ഇത് സിംഗിൾ ടൈം പേയ്മെൻ്റ് ആണ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇയർലി റിന്യൂവൽ വരുന്നില്ല, നിങ്ങൾക്കത് ലൈഫ് ടൈം യൂസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ആൻഡ് ഓൾസോ റേറ്റും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര ലക്ഷങ്ങൾ ചിലവാകും അല്ലേ? അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു ബാർകോഡിന് 1000 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു എമൗണ്ട് എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. പക്ഷേ പലരും പ്രോഡക്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ലക്ഷങ്ങളായിരിക്കും. പക്ഷേ ഈ 1000 രൂപ മുടക്കാൻ മടിച്ചിട്ട് അവർ ഏതെങ്കിലും നമ്പേഴ്സ് കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഫ്രീ സൈറ്റ്സ് അവർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്യാനായിട്ട് നോക്കും. പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതെല്ലാം പെർമനൻ്റ്ലി ലക്ഷക്കണക്കിന് പാക്കേജിനകത്ത് കാണുന്ന ബാർകോഡ്സ് ആണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് ടോട്ടലി ഈ പറയുന്ന പാക്കിംഗ് മാറ്റേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഒരു പക്ഷേ എത്തിപ്പെടാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ എപ്പോഴും ബാർകോഡ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ബാർകോഡ്സ് വേണമെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ബാർകോഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 hour 3 hourനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ബാർകോഡ്സ് അയച്ചു തരുന്നുണ്ടാവും. അത് പല ഫോർമാറ്റ്സിൽ നിങ്ങൾക്ക് PDF ആയിട്ടും അതുപോലെ തന്നെ EPS ഫോർമാറ്റിലൊക്കെ കിട്ടും. സോ നിങ്ങൾക്കത് ഡയറക്റ്റ്ലി നിങ്ങളുടെ പ്രൊഡക്റ്റിൽ അത് പ്ലേസ് ചെയ്യാനായിട്ട് കഴിയും, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ബാർകോഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാം. ഈ വാട്സാപ്പ് നമ്പേഴ്സിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ബാക്കി ഡീറ്റെയിൽസ് അതിൻ്റെ പ്രൈസിങ് മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഓഫീസ് ടൈമിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, വർക്കിംഗ് ടൈമിൽ. കാരണം ചിലർ രാത്രി 11:30-12 മണിക്കൊക്കെ അവരുടെ വർക്കിംഗ് ടൈമിൽ വിളിക്കാറുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പം അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.